തൃക്കാക്കര നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജൈവമാലിന്യ ശേഖരണ ചുമതലയുണ്ടായിരുന്ന രമ്യ എന്ന ജീവനക്കാരിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വാർഡ് കൗൺസിലറുമായും കൗൺസിലറുടെ പിതാവുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ജോലി ചെയ്തിരുന്ന വാർഡിൽ നിന്നും മാറ്റിയതാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക സൂചന. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എപ്പോഴാണ് സംഭവമുണ്ടായത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? വിഷ്ണു, ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഹരിതകർമ്മ സേനാംഗം ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അവർക്ക് ഈ ജൈവമാലിന്യ ശേഖരണത്തിന്റെ ചുമതലയായിരുന്നു. രമ്യ എന്നു പേരുള്ള ജീവനക്കാരിയാണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത്. അതായത് വാർഡ് കൗൺസിലർ ഐഷ സുബൈർ ഇവരുടെ പിതാവും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി രമ്യ മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരുമായി ഉണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് ജോലി ചെയ്തിരുന്ന വാർഡിൽ നിന്ന് ഈ രമ്യയെ മാറ്റിയിരുന്നു. ഇതാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു സൂചന. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവര് മറ്റൊരു LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഇതാണ് കോൺഗ്രസുകാരിയായ കൗൺസിലറിനെയും പിതാവിനെയും ചൊടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇവരെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയത്. അതിന്റെ പിന്നാലെ ഉണ്ടായ മാനസിക വിഷമത്തെ തുടർന്നാണ് രമ്യ ഇപ്പോൾ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പോലീസിൽ നൽകിയ പരാതി തൃക്കാക്കര നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പിന്നീടും ഇവരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന നടപടിയാണ് കൗൺസിലറും പിതാവും ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതിൽ മനം നൊന്താണ് രമ്യ ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് കരുതുന്നത്. എന്തായാലും രമ്യയെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർ നിലവിൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിവായിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന്, അതായത് വാർഡ് കൗൺസിലറും അവരുടെ പിതാവും ഇവർക്കെതിരെ നിരന്തരം ഇവരെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി. അതോടൊപ്പം മറ്റൊരു വാർഡിലേക്ക് മാറ്റിയതും മറ്റും അവരെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇതാണ് കാരണമെന്നാണ് അറിയുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ അവർ ചികിത്സയിൽ തുടരുകയാണ്. ശരി, ബീന റാണിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.